ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷം കൂടെ കൂട്ടിച്ചേർത്താട്ടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നാളത്തെയും ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്കും കടക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ബാലന്റെ സംശയം ഓരോ ദിവസവും ഇങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വരികയാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി മീനാക്ഷിയും കോമതിയും നമ്മുടെ മിത്രയും കൂടി തുടങ്ങിയപ്പോഴത്തേക്കും ആകെ മൊത്തം സംശയം നമ്മുടെ ബാലന്. അങ്ങനെ നിങ്ങൾ മൂന്നുപേരും ഒരു കൂട്ടമല്ലേ, നിങ്ങൾ മൂന്നുപേരും ഒറ്റക്കെട്ടല്ലേ, പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഓരോന്ന്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ തന്നെ കോമതിക്കും അതുപോലെ കൂടെയുള്ള നമ്മുടെ മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ അറിയാം എന്തോ ഉണ്ടെന്ന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് പരിങ്ങി കളിക്കുകയൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അമ്പലത്തിലേക്ക് പോക്കോ. അമ്പലത്തിലേക്ക് പോയി മനസ്സൂരിക്ക് പ്രാർത്ഥിക്കുക കേട്ടോ മീനാക്ഷി എന്നും കൂടെ നമ്മുടെ മീനാക്ഷിക്ക് ഒരു കൊട്ടുകൊട്ടി. ഏതായാലും ഇവര് അങ്ങ് ഇറങ്ങി കേട്ടോ. ഇവർ അമ്പലത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇവർ പോവുകയാണ്. അപ്പൊ ഇവർ പൊക്കോട്ടിരിക്കുമ്പോഴത്തേക്കും ഇവർ സംസാരിക്കുന്ന കാര്യം മുഴുവൻ നമ്മുടെ ബാലിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ നമ്മുടെ മിത്ര പറയുന്നുണ്ട്, ബാലച്ചൻ എന്തെങ്കിലും സംശയം ഉണ്ടോ മീനാക്ഷി ചേച്ചി? എന്തിനാ ബാലച്ചൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ കിള്ളി ചോദിക്കുന്നത്? ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ചോദിച്ചു, ഇപ്പൊ അത് വെറുതെ ചോദിച്ചാന്ന് പറയുന്നു. ഇടയ്ക്ക് പറയും അത് ആവശ്യമുണ്ട്, അക്കൗണ്ട് തുടങ്ങാനാണെന്ന്. ആകെ മൊത്തത്തിൽ എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിയുടെ ടെൻഷൻ തുടങ്ങി. ഗോമതി പറഞ്ഞു, എന്റെ പൊന്നു മീനാക്ഷി, എനിക്ക് അറിയില്ല, എന്റെ പൊന്നു മീനൂട്ടി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ബാലേട്ടന്റെ സ്വഭാവം സത്യം പറഞ്ഞ് ഈയിടെയായിട്ട് എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ബാലേട്ടൻ ഇച്ചിരി റൊമാൻസ് ആകണം, അതുപോലെ ഇച്ചിരി ഒരു ദേഷ്യമൊക്കെ മാറ്റണം, പരിക്കൻ സ്വഭാവമൊക്കെ ആകെപ്പാടെ മാറ്റണം എന്നൊക്കെ വിചാരിച്ചാ ഞാനിരുന്നത്. അങ്ങനെ മാറ്റുമായിരുന്നുവെങ്കിൽ എന്നൊക്കെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം വല്ലാത്ത മാറ്റമായി പോയല്ലോ. എനിക്ക് പഴയ ബാലേട്ടനെ തന്നെ മതി, എനിക്ക് ഈ പുതിയ ബാലേട്ടനെ വേണ്ടാന്ന് പറഞ്ഞപ്പോ ഓഹോ, ഇതിപ്പം തോന്നൂല്ലോ എല്ലാവരും കൂടെ പറയുമ്പോഴത്തേക്കും. ഇത്രയും അതുപോലെ അമ്മയും കൂടെ പറയുന്നത് കേട്ടോ ഓർത്തുല്ലോ, ഞാനാ ഇതെല്ലാം ചെയ്തു വെച്ചതെന്ന്. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എങ്ങനെയെങ്കിലും സംശയങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടുക, അതല്ലാതെ ഇതിൽ വേറെ മാർഗമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അപ്പം എടി മീനാക്ഷി മോളെ, നീ പറയുന്നത് സംശയം ഉണ്ടെന്ന് തന്നെയാണോ ബാലേട്ടന്? ഓ എനിക്ക് അറിയില്ല എൻ്റെ പൊന്നമ്മേ, ഞാൻ എന്ത് പറയാനാ, എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ഞങ്ങൾ വന്നിട്ട് ഒരു വർഷമൊക്കെ ആവുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇത്രയും നാള് അമ്മയല്ലേ അച്ഛൻ്റെ കൂടെ ജീവിച്ചത്. അമ്മയ്ക്കറിയില്ലേ അച്ഛൻ്റെ മനസ്സെന്താ ഇങ്ങനെയാവുന്നതെന്ന്? ഇതിപ്പോ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ അറിയാനാ എന്ന് നമ്മുടെ ഗോമതിയോട് ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബാലൻ ഒറ്റയ്ക്ക് ഉള്ളൂ കേട്ടോ. എവിടെ നമ്മുടെ വീട്ടുപേര് മറന്നുപോയി, ദേവമംഗലത്തില്. അപ്പം ദേവമംഗലത്തില് ബാലൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഉഷാറാക്കണം, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കണം. ബാലൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ആര്യനുണ്ട്. അപ്പൊ ആര്യൻ ഇങ്ങനെ പോകാൻ വേണ്ടിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. രാവിലെ ഇവർ അമ്പലത്തിലേക്ക് പോയി. അപ്പൊ ആര്യൻ ഇങ്ങനെ പോകാൻ വേണ്ടിയൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മുടെ ആര്യൻ ഇങ്ങനെ എന്തൊക്കെയോ എടുത്തും പറക്കിയൊക്കെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നീ പോകുന്നില്ലടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ പോകാൻ സമയമാവുന്നേ ഉള്ളൂ അച്ഛാന്ന് പറഞ്ഞപ്പം, എന്നാലേ നീ ഒരു കാര്യം ചെയ്യ, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. എന്താ അച്ഛന് ബാക്ക് പെയിൻ ഉണ്ടെന്നോ? ഞാൻ തിരുമ്മി തരണോ? എനിക്ക് തിരുമ്മി തരാം. തിരുമുന്നൊക്കെ പിന്നെ ആദ്യമേ നീ ഞാൻ പറയുന്ന മരുന്നൊന്ന് മേടിച്ചിട്ട് വാ, അത് കഴിച്ചാൽ ബാക്ക് പെയിൻ ഒക്കെ പോകുന്ന പറഞ്ഞു കേട്ടത്. ഇതിപ്പോ 1, 2, 3 ദിവസമായി, ഇതിനൊന്നും യാതൊരു കുറവുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ, നീ ഒന്ന് പോയി മരുന്ന് മേടിച്ചോണ്ട് വാന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ആര്യനെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് നമ്മുടെ ബാലൻ. അങ്ങനെ ആര്യനാണെങ്കിൽ പാവം പോട്ടൻ ഒന്നും അറിയത്തുമില്ല. പുള്ളിക്കാരൻ നേരെ ബാമ് മേടിക്കാനോ എന്തോ തൈലം മേടിക്കാനോ അങ്ങാണ്ടൊക്കെ പോയി. അപ്പോഴല്ലേ നമ്മുടെ ബാലൻ, എടാ ആര്യ, എല്ലാരും കൂടെ എന്നെ വട്ടം ചുറ്റിക്കുകയല്ലേ. നമ്മുടെ ബാലൻ എപ്പോഴും ഓവർ ആക്ടിങ് നടത്താറില്ല, അതുപോലെ നോക്കിക്കോ, എല്ലാത്തിനെയും ഞാൻ കൊല്ലും, കൊന്നു ഞാൻ കൊല വിളിക്കും, കൂടെ ഞാനും ചാകും, ദേവമംഗലം ചുട്ടരിക്കും. ഈ ബാലനെ അറിയാതെ ഇവിടെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേവമംഗലം പിന്നെ പൊടി പോലും കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ റൂമിനകത്തേക്ക് ചെന്നു, വാതിലങ്ങോട്ട് അടയ്ക്കുന്നു. ഈ സമയം നമ്മുടെ ഗോമതീനൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർ അമ്പലത്തിൽ പോകുന്നു, തൊഴുതുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദേവി ആണെങ്കിൽ അതിനേക്കാളും വലിയ തിരക്കിലാണേ. ദേവിക്ക് എങ്ങനെയെങ്കിലും ഗോമതി സ്റ്റോർ ഒന്ന് തൻ്റെ പേരിലേക്ക് ആക്കിയാലും കുഴപ്പമില്ലാത്തുള്ള മട്ടായിട്ടോ. കാരണം ഇനി ഗോമതി സ്റ്റോർ വിട്ട് ഒരിക്കലും നമ്മുടെ ദേവിക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചുപോയി. രാമേട്ടനെയും പിടിച്ചുപോയി, കടേനെയും പിടിച്ചുപോയി. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഇതെല്ലാം നമ്മുടെ ദേവിക്ക് അങ്ങ് പിടിച്ചു. അങ്ങനെ ദേവി ഇങ്ങനെ ഓരോരുത്തർ വരുന്നു, സംസാരിക്കുന്നു, ഒളിപ്പിക്കുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു. അയ്യോ എത്ര നല്ല മരുമകള്, എന്ത് നല്ല സ്വഭാവം, ബാലന്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയതെന്നൊക്കെ കടയിൽ വന്നവര് നമ്മുടെ ദേവിയുടെ കേക്ക പറയാണ്. ധർമ്മൻ ഇത് കേൾക്കുന്നു, അതുപോലെ നമ്മുടെ രാമേട്ടൻ ഇത് കേൾക്കുന്നു. എന്തായാലും രാമേട്ടൻ പറയുന്നു, ദേ
എന്തായാലും ബാലൻ കണ്ടെത്തിയ മരുമകള് സൂപ്പർ തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവീനെ ഇങ്ങനെ പൊക്കി പൊക്കി വിടുന്നുണ്ട് നമ്മുടെ രാമേട്ടനും ഒക്കെ നോക്കുമ്പോൾ ശരിയാണ്, കട നല്ല ക്ലിയർ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരു അന്യായവും നടക്കുന്നില്ല. ഇനിയിപ്പോ അന്യായം നടത്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ആകാശിന് കടയിൽ കയറാൻ കൂടി പറ്റുന്നില്ല. അപ്പൊ ആകാശാണ് കുറച്ച് കള്ളത്തരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇച്ചിരി മടിച്ച് കോതനൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ആകാശ് ഇപ്പം ദേവി ഉള്ളതുകൊണ്ട് അവിടെ വരുന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ, നമ്മുടെ ദേവിക്ക് അങ്ങോട്ട് മുഴുവൻ സ്വാതന്ത്ര്യമായി. ബാലനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ആരുമില്ലാത്ത സമയത്ത് തപ്പിക്കൊണ്ടിരിക്കണം. അപ്പൊ പിന്നെ എന്താ, നമ്മുടെ ദേവി മതിയിലോ കടയിലോ, വേറെ ആരും ഇല്ലെങ്കിലും ഇപ്പം കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മുടെ രാമേട്ടൻ ധർമ്മനോട് പറയുന്നുണ്ട്, ബാലൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, നിനക്ക് മനസ്സിലായോ അവനെ, അവൻ പഴയതുപോലെയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് മനസ്സിലായി. അളിയൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അളിയൻ പഴയതുപോലെയൊന്നും അല്ല, അളിയൻ എന്തൊക്കെയോ എന്തോ എല്ലാം ഒരു സംശയത്തിന്റെ കണ്ണിലാ കാണുന്നത്. അപ്പൊ നമ്മുടെ ദേവിയും കയറി വന്നിട്ട്, ആ നിങ്ങൾ പറയുന്നത് ശരിയാ, ഇതെന്തോ വലിയ സംശയരോഗം തന്നെയാ പിടിവിട്ടിരിക്കുന്നത്. സംശയമല്ലെന്നേ, ബാലച്ചന് സംശയം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. ആ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹത മറഞ്ഞു കിടപ്പുണ്ട്. ആര്യനെയും മിത്രയെയും ചുറ്റിപ്പറ്റിയാണോ എന്ന് എനിക്ക് വല്ലാത്ത സംശയം ഉണ്ട് മാമ എന്ന് നമ്മുടെ ധർമ്മനോട് പറഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, ഓഹോ ദേവി, നീ പറയുന്ന പോലെ തന്നെയാ കാര്യങ്ങള്. ദേവി മോളെ, ഇത് തന്നെയാന്നാ തോന്നുന്നത് ബാലേട്ടന്റെ സംശയം. ഏതായാലും രണ്ടുപേരെ ഒരു ചരടി കെട്ടാൻ കൊള്ളാം എന്നിങ്ങനെ നമ്മുടെ ധർമ്മം പറഞ്ഞു, എന്ത് സംശയം, ആര്യനെയും ഇത്രയൊന്നും സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അവരെ എന്നാ സംശയിക്കാൻ, അവര് വിവാഹം കഴിച്ചു, അവരിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നു. എന്തു സുഖമായിട്ട് ജീവിക്കാന്ന് ആരാ മാമനോട് പറഞ്ഞത്? ഇല്ല മാമ, ഞാൻ സമ്മതിച്ചു തരില്ല. ഈ ദേവിക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട്, CID ശ്രീദേവി. അതറിയില്ലല്ലോ രാമേട്ടൻ, അറിയാമോ? അറിയില്ലല്ലോ. CID ശ്രീദേവിയോ? അങ്ങനെ ഒരു മുഖം കൂടെയുണ്ട്. ആ മുഖത്തിലൂടെയാണ് ഞാൻ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ തപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഗുരുവായൂർ വരെ ചെന്ന് നിൽക്കുക, ബാക്കി അങ്ങോട്ടേക്ക് പോകണം. ഗുരുവായൂരോ? അപ്പോഴത്തേക്ക് നമ്മുടെ ധർമ്മനും പറഞ്ഞു, ഈ ഗുരുവായൂർ കഥ തന്നെയാണല്ലോ ഇന്നലെ ബാലേട്ടനും അളിയനും പറഞ്ഞത്. ആണോ? ബാലച്ചൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? എങ്കിലേ ഒരു വീട്ടിലെ 2 പേർക്ക് ഒരുപോലെ സംശയം വരില്ലല്ലോ. എങ്കിൽ പിന്നെ നോക്കിക്കോ, ഞാൻ പറഞ്ഞതിൽ യാതൊരു ഇതുമില്ല, എന്തോ പ്രശ്നമുണ്ട്, ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് ആര്യനും ഇത്രയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ ദേവി അങ്ങോട്ട് സ്ഥിരീകരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആരൊക്കെയാ, ഗോമതിയും മീനാക്ഷിയും മിത്രയും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആകാശിനെ കാണുന്നത്. അപ്പൊ ആകാശ് ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് ആക്രാന്തം അങ്ങ് കൂടിയിട്ടോ. എങ്കിൽ പിന്നെ ഇവരെയും കൂടെ കയറ്റിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആള് പറയുന്നുണ്ട്, വേണ്ട, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, വേണ്ടട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, പിന്നെ ഞാൻ ആരാ, ഇത്രയും ആയില്ലേ ഞാന്, ഇച്ചിരി നേരം കൊണ്ട് ഇത്രയും ആയില്ലേ, എങ്കിൽ പിന്നെ എനിക്ക് അറിയാന്ന് പറഞ്ഞു വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ ഓടിച്ചിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ദേവമംഗലത്ത് പേപ്പേഴ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് തപ്പാണ്. നമ്മുടെ ആര്യന്റെയും മിത്രയുടെയും റൂമിൽ കയറിയിട്ട് തപ്പല്, ഭയങ്കര തപ്പലാണ്. അങ്ങനെ തപ്പി വിവാഹ സർട്ടിഫിക്കറ്റോ എന്തൊക്കെയോ ഇങ്ങനെ തപ്പുന്നതാണ് പുള്ളിക്കാരൻ. അങ്ങനെ തപ്പുന്നതിന്റെ ഭാഗം കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബാലൻ അവിടെ നിന്ന് വേറെ വലിയ എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. കാര്യമായിട്ട് എന്തൊക്കെയോ പേപ്പറൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാലനും വിദ്യാഭ്യാസം അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം വായിച്ച് മനസ്സിലാക്കാനൊന്നും ഇംഗ്ലീഷൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഇംഗ്ലീഷിന്റെ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ബാലൻ. ഏതായാലും ഈ സമയത്താണ് ആകാശ് അമ്പലത്തിൽ പോയ ദേവീനെയും ദേവീനെയല്ല, നമ്മുടെ ഗോമതീനെയും മീനാക്ഷിനെയും ഇത്രേനെയും കൂടെ കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്താൻ പറ്റുന്നുണ്ടോ, ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. ബ്രേക്ക് അങ്ങാണ്ട് അങ്ങീന്ന് ബ്രേക്ക് പിടിക്കാനുള്ള നമ്മുടെ ആകാശ് ബ്രേക്ക് പിടിച്ചത് ഇപ്പറേങ്ങാണ്ട് വന്ന് നമ്മുടെ ബാലന്റെ സ്കൂട്ടി കണ്ടപ്പോഴാ, ബാലന്റെ സ്കൂട്ടി ടപ്പേന്നും പറഞ്ഞോണ്ട് മറിഞ്ഞങ്ങ് വീണു. പിന്നെ പറയാനുണ്ടോ, പിന്നെ പേടിയല്ലേ ഇവർക്ക്, പെണ്ണുങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയണോ. ബാലന്റെ സ്വഭാവമായതുകൊണ്ട് പറയാതിരിക്കാനും പറ്റില്ല, പറയാനും പറ്റത്തില്ല എന്താ സംഭവം ഉണ്ടാകാൻ പോകുന്നതെന്ന്. അപ്പൊ ഏതായാലും എല്ലാവരും കാത്തിരിക്കും. ഇതൊക്കെ ചേർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ മിഥുന്റെ ബോധം തെളിയുന്നതും മിഥുന്റെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. മിഥുൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ മിത്രേനെ ആര്യനെയൊന്നും. അപ്പൊ നമ്മുടെ ബാലനും മിഥുനും അതുപോലെ തന്നെ എല്ലാവരും കൂടി നമ്മുടെ ഗോമതിക്കും ആര്യനും മിത്രയ്ക്കും ഒക്കെ തലവേദന ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.